ചക്കടലാണ് കേട്ടോ. മാങ്ങയുടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ചെയ്ത് നോക്കിയേ. ഇനി നമുക്ക് ചക്ക ചെയ്ത് നോക്കിയാലോ. കുറച്ച് തോനെ ചക്ക കിട്ടൊക്കെ ഉണ്ട്. നൈബേഴ്സിനൊക്കെ കൊടുക്കാല്ലേ. എല്ലാവർക്കും അറിയുന്ന ഐറ്റം തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വലിയ ചക്ക ഇടുമ്പോ ചെറിയ ചക്കകളോടെ വികും കിട്ടോ. ചെറുത് മൂക്കടയുടെ മുന്നിൽ തന്നെ പക്ഷികൾ കൊത്തി കേടെടുക്കാണ്. ചെറിയ ചക്ക ഇടിച്ചക്ക വെക്കാൻ പറ്റുമെന്ന് നോക്കാട്ടോ. ഇതൊന്നും ഇടിച്ചക്കൊക്കെ പറ്റിയ ചക്ക അല്ലട്ടോ. ഈ ചക്ക കാണാൻ രസമില്ലെങ്കിലും പൈത്ത അടിപൊളി രസാട്ടോ. നല്ല ഓറഞ്ച് കളറും ആണ്, നല്ല മധുരവും ഉണ്ട്. തൽക്കാലം ഇപ്പൊ ഒരു ചക്ക ഇട്ടിട്ട് ചക്കക്കൂട്ടം വെക്കാൻ പോവാട്ടാ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുക്കറിലുള്ള ചക്ക വേവണ സമയം കൊണ്ട് നമുക്ക് അരിപ്പ് തയ്യാറാക്കാം. ചീരുള്ളി, വെള്ളുള്ളി, പച്ചമുളക്, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, തേങ്ങ. ഇനി ഇത് മിക്സിയിലിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി കൊടുക്കാം. കറിയിലേക്ക് അരച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് അരച്ചെടുക്കരുത്. ഒരു ചമ്മന്തി രൂപത്തിൽ മാത്രം അരിഞ്ഞാൽ മതി. മഞ്ഞൾപ്പൊടി അരിപ്പിലേക്ക് ചേർക്കണമെന്ന് നിർബന്ധമല്ല കേട്ടോ. ചക്ക വേവിക്കുമ്പോൾ അതിന്റെ കൂടെ ഇട്ടെടുത്താലും മതി. അരിപ്പിലേക്ക് ഇതുപോലെയാണ് വെള്ളം ഒഴിച്ചെടുക്കേണ്ടത്. ഒരു 20 മിനിറ്റ് നമ്മളെ ചക്കര വേവിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ഇനി നമ്മളെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ വെറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ചക്കക്കൂട്ടനിലേക്ക് എങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില പച്ചക്ക് മുകളിലിട്ട് കൊടുക്കട്ടോ. അപ്പോഴാണ് അതിന്റെ ഫ്ലേവർ കൂടുതൽ കിട്ടുന്നത്. ഞാൻ കഴിച്ചോക്കട്ടെ. അടിപൊളി ടേസ്റ്റ്.